നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ഭാവി അതൊരിക്കലും ഒരു കല്ലിൽ പതിച്ചിട്ടില്ല. The future is never cast on a stone. Remember that. ഞാനൊരു യോഗിയല്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാൻ കഴിയും. ഞാൻ അന്ധനായിരിക്കാം, പക്ഷെ എനിക്ക് നിങ്ങളുടെ ഭാവി കാണാൻ കഴിയും. My name is Vijay Devdoga, and I have a gift. ഓരോ മനുഷ്യനും ഓരോ ഗന്ധമുണ്ട്, നമ്മൾ അറിയാത്തൊരു ഗന്ധം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് എൻ്റെ ഗിഫ്റ്റ്. ആരും അറിയാത്ത ആ ഗന്ധം, അതെനിക്കറിയാൻ കഴിയും. ആ ഗന്ധത്തിലൂടെ എനിക്ക് അവരുടെ ജീവിതം കാണാൻ കഴിയും. I have been good at sniffing. I can solve people's problems through sniffing. ഓരോ ഗന്ധവും ഓരോ ചിത്രങ്ങളായി എനിക്ക് കാണാം. Each send projects images in my head. ആ ചിത്രങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയും, ഇൻക്ലൂഡിങ് their fate. ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്നു. ഞാൻ ആ വരവ് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ആ കൂടിക്കാഴ്ച ഇങ്ങനെയാവും എന്നെനിക്കറിയാൻ കഴിഞ്ഞില്ല. ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, എനിക്കിനിയും ഉത്തരം കിട്ടാത്ത ആ ചോദ്യം.
ഇങ്ങനെയുള്ള അയൽവാസികൾ ഉണ്ടായിരിക്കുന്നതിൽ നല്ലത് ആരും ഇല്ലാത്തതാണ്. ഇത് ചുമ്മാ തല്ലിപ്പൊളി കേസാന്നേ. നമ്മളെ കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു കൂട്ടര്. ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരുന്നാ മതി. 8 മാസം 17 ദിവസം. അവരുടെ ഭർത്താവ് ഫിലിപ്പിൻ റിഫൈനറിയിലല്ലേ ജോലി? അതെ. ഇന്ന് മാർച്ച് 12. നവംബർ 29-നുള്ളിൽ ട്രാൻസ്ഫർ ആയി അവർ ഇവിടുന്ന് താമസം മാറിപ്പോവും. അതുവരെ സഹിച്ചാ മതി. വേണമെങ്കിൽ വെക്കേഷൻ ടൈമിലോ അല്ല യാത്രയും പോയിട്ടോ. പോവാലോ, അങ്ങനെ ആട്ടെ. എല്ലാം നന്നായിട്ട് പോയതായിരുന്നു. അപ്പോഴാണ് പണ്ടാറും പിടിച്ച അവളുടെ മാമൻ ഞങ്ങളെ ശബരിയേട്ടൻ്റെ കടയിൽ വെച്ച് കണ്ടത്. പിന്നെ വീട്ടിലാകെ സീനായി. അവൾക്ക് നല്ല തല്ല് കിട്ടിയെന്ന് തോന്നുന്നു. അതിനുശേഷം എന്നെ കണ്ട അവളൊന്നും മൈൻഡ് പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ടേ. എൻ്റെ സ്നേഹം മനസ്സിലാക്കി അവൾ തിരിച്ചെൻ്റെ അടുത്ത് വരുമോ? വേണ്ട, നോക്കണ്ട, വരത്തില്ല. കൊച്ചിയിലൊരു മൊബൈൽ ഷോപ്പാണ് എൻ്റെ. ഈ മെട്രോൻ്റെ പണി തുടങ്ങിയപ്പോൾ മുതൽ കടയിലേക്കുള്ള കസ്റ്റമേഴ്സിൻ്റെ വരവെല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ ഈ പൊടിയും വെള്ളവും കാരണം ആര് വരാനോ. പിന്നെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ. 4-5 മാസമായിട്ട് സ്റ്റോക്കും സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലാതെ തിരിച്ച് റിട്ടേൺ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. പുതിയ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവിടെ കാർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഏതെങ്കിലും ഒന്നും എടുത്തേ. എടുത്തോ? എന്താ കാണുന്നത്? ഹാർട്ട്. സെമസ്റ്റർ എക്സാം കഴിയുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. അതോടുകൂടി വിഷമമൊക്കെ മാറിക്കോളും. അവളുടെ പേര് സിനി. ഫുൾ പേരെന്താ? അവൾ ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? തിരയാ നിൽക്കണ്ട, സമയമാകുമ്പോൾ അവൾ തന്നെ വന്നോളും. സംശയം മാറിയില്ലേ? കാണാൻ വേറെ വഴിയൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ ഞാനിനി ചെയ്യണ്ടേ? ഒരു ടൈലറിങ് യൂണിറ്റ് തുടങ്ങാം. സിറ്റിയിൽ വേണ്ട, കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് മതി. നല്ല വർക്ക് വരും. 1-2 മാസം കൊണ്ട് പ്രോഫിറ്റും വരും. കിട്ടുന്ന പൈസക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും തുടങ്ങണ്ട, പറ്റിക്കും ആൾക്കാർ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പൊട്ടിക്കണം. കഴിഞ്ഞ 2 കൊല്ലമായിട്ടും സെൻറ് ജോസഫാ ജയിച്ചുകൊണ്ടിരിക്കണേ. ഇപ്രാവശ്യം കൂടി തോറ്റാ പിന്നെ ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു വഴി. ഈ സ്ത്രീയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യമില്ലെന്നേ. അവൾ ഒരിക്കലും ഹാപ്പി ആവാറില്ല. നീ എന്തെങ്കിലും നല്ല ആലോചിച്ച് എന്തെങ്കിലും ചെയ്താൽ അവൾ അതിൽ കുറ്റം കണ്ടുപിടിക്കും. എന്നിട്ട് ഇരുന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് വെറുപ്പിക്കും. പക്ഷെ എനിക്ക് അവളെ വേണം സാറേ. എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. ജീവിത പ്രശ്നമാണ്. എനിക്ക് അവളില്ലാതെ പറ്റത്തില്ല. പ്ലീസ് ഹെൽപ്പ് സാർ. ഇത് ശരിക്കും അത്ഭുതമാണ്. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടായി. ഫിലിപ്പിന് ട്രാൻസ്ഫറും കിട്ടി, അവരിവിടുന്ന് പോവുകയും ചെയ്ത്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായ. അച്ഛനെപ്പോഴും ചേച്ചി പറയുന്ന കാര്യം ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛനത് പിടിക്കില്ല. വല്ലാത്തൊരു ഇൻസൾട്ടിങ് ഫീലാണ് വീട്ടിൽ മാത്രം. ഇതെൻ്റെ ഒരു സന്തോഷത്തിനാണ്. വീട്ടിലുണ്ടാക്കിയ ബിരിയാണിയാ.
ഹോട്ടൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, പ്രോഫിറ്റ് വന്നോളൂ. അതെ, എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് 30 വയസ്സായി. എനിക്ക് ഈ സ്ത്രീകളോട് ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ സ്ത്രീകളോട് ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴേക്കും എന്നെ വിറയ്ക്കാൻ തുടങ്ങും. മേലാകെ ഇങ്ങനെ വേർത്ത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണിക്കർക്ക് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റും? ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത്. എല്ലാം എൻ്റെ മോൻ്റെ വേണ്ടിയിട്ടാണ്. ഇനി വേറെ വഴിയില്ല സാറേ. എത്ര നാളെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരു ദിവസം ഞാൻ തന്നെ എൻ്റെ കൈവിട്ട് പോകുന്നു. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല സാറേ. ഒന്ന് സഹായിക്കൂ. സോറി. താങ്ക് യു. സാറൊന്ന് പറഞ്ഞ മാതിരി ഞാൻ കട വിറ്റ് കേട്ടോ. എന്നിട്ടൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങി. ഇപ്പം അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ്. വലിയ സന്തോഷമുണ്ട് സാറേ. ഇത് സാറിന് എൻ്റെ വക ഒരു ചെറിയ ദക്ഷിണ. ഹലോ, Can I speak to ദേവലോക? അതെ, ദേവലോകയാണ്. ഹൂ ഇസ് ദിസ്? എൻ്റെ പേര് രോഹിത് മേനോൻ. ഞാൻ റാവൂസ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ MD രാമറാവു സാറിൻ്റെ PA ആണ്. ആ രോഹിത്, എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ നേരത്തെ വിളിച്ച് സംസാരിച്ചിരുന്നല്ലേ? യെസ്, അതെ നമ്മൾ സംസാരിച്ചിരുന്നു. ഞാൻ വിളിച്ചത് എൻ്റെ സാറിന് ദേവലോക ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒരു അപ്പോയിൻമെന്റ് വേണം. ഓ, അതിനെന്താ, എപ്പോഴത്തേക്കാ വേണ്ടേ? ഞാൻ 24/7 അവൈലബിൾ ആണ്. എൻ്റെ ഓഫീസ് എൻ്റെ വീട് തന്നെയാണ്. അഡ്രസ്സ് വേണം, ഞാനിപ്പോൾ സെൻഡ് ചെയ്യാം. അഡ്രസ് എൻ്റെ കയ്യിലുണ്ട്, അതല്ല പ്രശ്നം. ഓ, സാറ് വരുന്ന സമയത്ത് അവിടെ വേറെ ക്ലയൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ അന്ന് വേറെ ബുക്കിംഗ്സ് ഒന്നും വേണ്ട. ആ ശരി. ഹി വിൽ മോർ ദാൻ കോമ്പൻസേറ്റ് ഫോർ എവറിത്തിങ്. ദേവലോയ്ക്ക് ഒരു ഫീസ് ഡിസൈഡ് ചെയ്യാം. ഫീസിൻ്റെ കാര്യം സാറിനൊരു പ്രശ്നമേ അല്ല. സാറിന് കാര്യങ്ങൾ ക്ലീൻ ആയിട്ട് നടന്നാൽ മതി. യു നോ വാട്ട് ഐ മീൻ. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മൺഡേ അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്താലോ? ഓക്കെ. പിന്നെ അസിസ്റ്റൻസ് ഒന്നും വേണ്ട, നമ്മൾ 3 പേര് മാത്രം മതി. ഇല്ല, എനിക്ക് അസിസ്റ്റൻസ് ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഗ്രേറ്റ്. പിന്നെ ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് എന്തെങ്കിലും അഡ്വാൻസ് തരാൻ പറ്റുമോ? ഓ, ഡെഫിനറ്റ്ലി. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഹേയ്, ഒരിക്കലും ഇല്ല. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് എനിക്ക് താങ്കളെ കാണാം. വെയിറ്റ്, ഞാൻ ഈ റോഡൊന്ന് ക്രോസ് ചെയ്തോട്ടെ. ഞാൻ അഡ്വാൻസ് നേരിട്ട് തരാം.
Hi Vijay, I am Rohit. യെസ്